الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജനങ്ങൾക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഖാത്തമുൻ നബിയീനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, നിങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം, വ്യക്തമാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമുക്ക് ദീനിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചത്, അതുപോലെയാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ആയിരിക്കണം മറ്റാരുടെ ഖൗലിനേക്കാളും നമ്മൾ ഒന്നാമതായി ഫസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഉജൂബു തുആത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വതർക്കു കുല്ലി ഖൗലിൻ ലിഖൗലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിന് മുമ്പായി മറ്റെല്ലാവരുടെയും ഖൗലിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഇപ്രകാരമാണ് പഠിപ്പിച്ചത് എങ്കിൽ പിന്നെ വേറൊന്നും നമുക്ക് നോക്കാനില്ല. വേറെ ഏത് ഇമാമുമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദുമാരോ ഷെയ്ഖുമാരോ തങ്ങന്മാരോ ആര് ചൊല്ലിയാലും അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെയാണ് അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 65-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല നബിയെ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇഖ്തിലാഫുള്ള വിഷയങ്ങളിൽ നബിയെ നിങ്ങളെ അവർ വിധികർത്താവാക്കണം. സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത, എന്നിട്ട് അവർക്ക് ഇഖ്തിലാഫുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി നടപ്പാക്കിയാൽ, വിധി ചൊല്ലിയാൽ പിന്നെ അതിൽ അവരുടെ മനസ്സിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണ മനസ്സോടുകൂടി അവരതിനെ എടുക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എങ്കിൽ പിന്നെ അതിലൊരു സംശയമോ അതിലൊരു സന്ദേഹമോ അതല്ലെങ്കിൽ ഒരു വെറുപ്പോ കാണിക്കാതെ സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ അതിനെ സ്വീകരിക്കണം. അത് ചെറുതാവട്ടെ വലുതാകട്ടെ ഏതൊരു വിഷയമായിരുന്നാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിന് മുമ്പിൽ നമ്മുടെ യുക്തിക്കോ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തക്കോ അവിടെ ഒരു സ്ഥാനമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ضل ضلالا മുബീന. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലും ഇത് തന്നെയാണ്. ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടുള്ളതല്ല അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി ചൊല്ലിയാൽ പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ അതിനോട് യോജിച്ചു വരിക എന്നതല്ലാതെ അവർക്ക് അതിനൊരു എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിന്നാൽ അവർ വ്യക്തമായ ദലാലത്തിലാണ്, വഴികേടിലാണ് എന്ന്. സഹോദരങ്ങളെ, ദീൻ എന്നത് നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ അനുസരിച്ചല്ല. അള്ളാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് അതേപോലെയാണ് നമ്മളത് എടുക്കേണ്ടത്. നമ്മുടെ നാട്ടാചാരങ്ങളും അതിൽ പിന്നെ ഞങ്ങളുടെ ആദത്തും നമ്മുടെ സമ്പ്രദായങ്ങളും അങ്ങനെയാണ് എന്നതിന് അവിടെ പ്രസക്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചതെങ്കിൽ അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. വേറെ ഒന്നും നമ്മളവിടെ നോക്കേണ്ടതില്ല. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ,
സത്യവിശ്വാസികളായ ആളുകളുടെ വാക്കുകൾ, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിച്ചാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വിളിച്ചാൽ, അയ്യഖൂലു, അവർ ചൊല്ലും, സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോട് എതിര് നിൽക്കുന്നതിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ജാഗ്രത കൈക്കൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിൻ്റെ വാക്കുകളോട് എതിര് നിൽക്കുന്ന ആളുകൾ ജാഗ്രത കൈക്കൊള്ളട്ടെ, അവർക്ക് ഫിത്ന ബാധിക്കുന്നത് അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരുന്നത് അവർ പേടിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവനൊഴികെ. അപ്പോൾ ചോദിക്കപ്പെട്ടു, മൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് വിസമ്മതിച്ചവൻ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ ഒബേ ചെയ്തവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ഡിസൊബേ ചെയ്തു, എന്നെ ധിക്കാരം കാണിച്ചു, ഞാൻ ചൊല്ലിയ കാര്യത്തോട് എതിര് നിന്നു, അവനാണ് വിസമ്മതിച്ചവൻ. അങ്ങനെയുള്ളവർ നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിന് അവൻ സത്യസന്ധമായി അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ത്വഅതുഹു ഫീമാ അമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അവൻ അനുസരിക്കണം. വ തസ്ദീഖുഹു ഫീമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തെ സത്യപ്പെടുത്തണം. വജ്തിനാബു മാ നഹാ അൻഹു വസജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ദൂരെയാവണം. വല്ലാ യുഅബദുല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലാക്കണം. പിന്നെ നമ്മുടെ ഒരു രൂപം, നമ്മുടേതായ ഒരു ശൈലി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാണിച്ചു തന്നത് അതേപോലെയാണ് അത് ചെയ്യേണ്ടത്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, കാര്യങ്ങളെ എടുക്കുകയും ചെയ്യേണ്ടത്. സ്വഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, സ്വഫുകൾ ശരിപ്പെടുത്തുക എന്നുള്ളൊരു വിഷയം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്കിടയിൽ സ്വഫിൽ നിന്ന് പിന്തി നിൽക്കുന്നത്, ബാക്കിൽ നിൽക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി, തഖദ്ദമു ഫഅതിമ്മു ബി, നിങ്ങൾ മുന്നിലേക്ക് വരിക, ഫ്രണ്ടിലേക്ക് വരിക, സ്വഫുകൾ അത് കംപ്ലീറ്റ് ആക്കുക, എന്നോട് അടുത്ത് നിൽക്കുക. വൽയഅ്തമ്മ ബികും മൻ ബഅദകും വലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്, നിങ്ങളിങ്ങനെ സ്വഫിൽ നിന്ന് ബാക്കിലായാൽ, അത് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ആളുകൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ ബാക്കിലാക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് സ്വഫിൽ എത്തണം എന്നുള്ള ഒരു ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വഫിലേക്ക് അടുത്ത് നിൽക്കുക, ഇമാമിനേക്ക് അടുത്ത് നിൽക്കുക. ഇമാം എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചത്, ഇമാം എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്, ഈ ഉമ്മത്തിന് എല്ലാ വിഷയങ്ങളിലും ഒരു മാർഗദർശനം നൽകുന്നത്, അവർക്ക് ഇബാദത്തുകളിൽ അവരെ മറ്റു വിഷയങ്ങളിലൊക്കെ ഹൈറായത് ഏറ്റവും നല്ല കാര്യമാണ് പഠിപ്പിക്കുന്നത്. അവർ കൂടുതൽ താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടത് അവർ മടിച്ചു നിൽക്കുകയല്ലേ. സലാത്തുൽ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ആദ്യം വരാനും, ലൗ യഅലമുന്നാസ്, ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, ബാങ്കിൻ്റെയും ഫസ്റ്റിലെ സ്വഫിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിലെത്താൻ അവർ മത്സരിക്കുമായിരുന്നു. അതിനുവേണ്ടി അവർ ടോസ് ഇട്ടുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാം, ഒന്നാമത്തെ സ്വഫിൽ സ്ഥാനം വേണം എന്ന് അവർ അതിനുവേണ്ടി മത്സരിക്കുമായിരുന്നു എന്ന്. സഹോദരങ്ങൾ, അതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മസ്ജിദിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വരുന്നവർ അത് ആരാവട്ടെ, അവർ ആദ്യം ഫസ്റ്റ് സ്വഫുകൾ കംപ്ലീറ്റ് ആക്കി ഇമാമിനോട് അടുത്ത് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സ്വഫുകൾ പൂർത്തീകരിച്ച് നിൽക്കാൻ പഠിപ്പിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ മാത്രം ചൊല്ലിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നാം പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിലും സുന്നത്തിലുമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.